ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്ന വഴിയെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, മൂലമറ്റം, ഇലവീഴ, പൂഞ്ചിറ, തൊടുപുഴ അങ്ങനെ കുറേ ഏരിയകളിലൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന സുന്ദരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പയ്യെ പയ്യെ നമ്മൾ ഒപ്പും. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്, ഭയങ്കര രസമുള്ളൊരു കാഴ്ച. അതിന് മുമ്പ് നല്ല സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നു. വേണ്ട, നല്ല സൂര്യനല്ലേ നോക്കി. ഒരു കുട്ടിക്കാടാണ്, അത്ര കുട്ടിക്കാടല്ല, രസമുള്ളൊരു കാടാണ്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി നിർത്താമോ പറ്റുമോ എന്നൊക്കെ ശങ്കയിൽ അങ്ങനെ വണ്ടി വേറെ ഒരു റൂട്ടിൽ കൂടെ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തി. നമ്മൾ ആ കാടിൻ്റെ ഉള്ളിൽ, കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കാല് മുഴുവൻ അട്ടയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്താ സ്ഥിതി എന്ന് അറിഞ്ഞൂടാ, നോക്കാം. രസമല്ലേ, അടിപൊളിയാണ്. ബ്യൂട്ടി ഓഫ് നേച്ചർ. അപ്പോൾ നമ്മൾ ഈ മരം കാണിക്കാൻ വേണ്ടി അല്ല ഇങ്ങോട്ട് വന്നത്. നമ്മൾ വന്നത് ഇവിടെ ഒരു പുഴ പോലൊരു സംഭവമുണ്ട്. നമ്മളത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ചാടിയത്. വേണ്ട, മുകളിൽ ചന്ദ്രൻ അങ്ങനെ നിപ്പുണ്ട് കേട്ടോ. ആശാൻ അങ്ങനെ മറിഞ്ഞിട്ടില്ല പരിപൂർണമായിട്ട്. ഇത് ഇപ്പുറത്ത് നോക്കിയ സൂര്യനുണ്ട്. അപ്പോൾ ഒരനുഭവമല്ലേ, ചന്ദ്രനും സൂര്യനും ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമുള്ള കാര്യമല്ലേ. ഇതാ ഇപ്പോൾ സമയം കാലത്ത് 7 മണി. എന്തോ പമ്പ് സെറ്റൊക്കെ ഉണ്ട് അവിടെ. എന്താ രസമുള്ള ഫ്രെയിമിൽ കൂടെ പോകുന്നത്. ആ മരത്തിൻ്റെ ചില്ലകൾ നമ്മൾ അട്രാക്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട്. ഓക്കെ, വേണ്ട, എങ്ങനെയുണ്ടെന്ന് നോക്കിയ സ്ഥലം. പുല്ലുകൾ കണ്ടോ, അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടാണ് നമ്മളോട് വണ്ടി നിർത്തിയത്. അപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞ ഇവിടെ വല്ല മുതലയൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ച് വേണം ഇറങ്ങാനെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ വന്നു. ഇനി മുതല ഉണ്ടെങ്കിലും നമ്മൾ ഇറങ്ങും. ഇതാണ് നമ്മളുടെ ഒരു ഫീല്. വേണ്ട, അവിടെ എൻ്റെ റിഫ്ലക്ഷൻ കാണിച്ചട്ടെ. അടിപൊളിയല്ലേ എനിക്ക്. ഇത് നമ്മൾ മൂലമറ്റം എത്തുന്നതിന് മുമ്പാണ് കേട്ടോ. അത് ഭയങ്കര മനോഹരമാണ് സംഭവം കാണാനായിട്ട്. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. കാലത്ത് തന്നെ കണ്ട കാഴ്ച കൊള്ളാം. ഇപ്പോൾ സമയം കാലത്ത് 7 മണി. വേണ്ട, വെള്ളം വരുന്ന ചാലാണ് കേട്ടോ അത്. വെള്ളം ഇപ്പം ഇല്ല, വെള്ളം വളരെ കുറവുള്ള സമയമാണ്. അതുകൊണ്ടാണ് നമുക്കില്ല. അതിൻ്റെ മുകളിലൊരു മലയുണ്ട്. ഇതാ
എന്താ അത്? കാക്കാക്കൂട്ടും ചുറ്റും പറന്ന് കളിക്കണോ? കൊള്ളാലോ. ഒരു തത്തമ്മ അങ്ങനെ പോയിരുന്നു. എൻ്റെ ഇവിടുത്തെ നല്ല ഫ്രെയിമല്ലേ, ബ്യൂട്ടിഫുൾ ഫ്രെയിമല്ലേ. ഭംഗികൾ ആവോളം ആസ്വദിക്കാം. ഏണ്ടേ മനോഹരമല്ലേ? അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമായി മാത്രം കണ്ണിലുടക്കുന്ന ചില കാഴ്ചകളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. 1-ാം തീയതി കാലത്താണ്. ചതുപ്പാണെന്ന് തോന്നുന്നു. അവിടെ പൂണ്ടു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം. സോ അതുകൊണ്ട് നമ്മൾ പയ്യെ അങ്ങോട്ട് മാറുന്നു. ഒരു മിനിറ്റ്, ഒരു സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുള്ള എപ്പിസോഡിൽ നമ്മുടെ കൊച്ചിയിൽ ഇതുപോലെ കൊക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ ആരോ ചോദിച്ചായിരുന്നു കൊക്കിനെ ആദ്യമായിട്ട് കാണാമെന്ന്. അങ്ങനെയല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും ഓരോ ജീവജാലങ്ങൾ നിൽക്കുന്നത് ഓരോ തരം ബ്യൂട്ടിയാണ്. നമ്മൾ വർഷങ്ങളോളം മുമ്പ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചെറുപ്പത്തിൽ ഒത്തിരി പാടവരമ്പുകളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് കാണാനും സന്തോഷിക്കാനും ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളെ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കാഠിന്യമേറിയ വർക്കാണ്. ആ അറ്റത്ത് കണ്ടോ, ആ ചെറിയ ലൈറ്റ് വീണ് വരുന്ന സ്ഥലം, അതിൻ്റെ അവിടെ ചെറിയ മഞ്ഞുണ്ട് കേട്ടോ. അതിൻ്റെയാണ് അവിടെ ഒരു മൂഡിൽ കാണുന്നത്. നല്ല രസമല്ലേ നോക്കി, നല്ല ഭംഗിയല്ലേ. ഞാൻ എൻ്റെ ലാൻഡ്സ്കേപ്പ് അങ്ങോട്ട് തിരിക്കുന്നത് കാണിച്ചിട്ടാവേ. ഞാൻ പറയുന്ന എല്ലാ അർത്ഥങ്ങളും പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതി ഇഷ്ടപ്പെടുന്ന, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കത് മനസ്സിലാവും. ചിലർക്ക് മനസ്സിലാവില്ല. കാരണം ചിലർ ഈ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരായിരിക്കില്ല. അവർക്ക് പ്രകൃതി ജസ്റ്റ് പോകുന്ന ഒരു ടൈം പാസ് അല്ലെങ്കിൽ കണ്ടുപോകുന്ന ആ ഒരു സ്ഥലങ്ങളിൽ നിന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ഇത് തോന്നില്ല. അതുകൊണ്ട് ചിലർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഇതിൻ്റെ എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണത ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത് ആരുടെയും കുറ്റമല്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങളാണ്. വേണ്ട, എന്നെ തന്നെ അതിൽ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ടേ കൺസ്യൂം ചെയ്ത് നോക്കാം. അവിടെ ഏകനായ പനയല്ല, അത് തെങ്ങ് തന്നെയാണ്. അയ്യോ, നേർത്ത് വളർന്നു പോയേക്കണ തെങ്ങല്ലേ, അടിപൊളി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വണ്ടി നിർത്തി എടുക്കാൻ കാരണം അതാണ്. ചിലവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് ആ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമൻറ്റിൽ എഴുതുക. കാരണം എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴല്ലേ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ ഒരു ആർജവമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ട്രാവലിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണു, അത് പ്രദർശിപ്പിക്കണു എന്നുള്ളത് അത് നമ്മളുടെ ഒരു ഫീലിങ്സാണ്. പക്ഷേ നല്ല ഫ്രെയിംസുകളുള്ള നല്ല സ്ഥലം, അതാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ നമുക്കിത് നമ്മൾ ഇറങ്ങി വന്ന വഴി കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. തിരിച്ച് ഒരു ചെറിയ കാട് പോലത്തെ സ്ഥലമാണ്. ഇങ്ങനെ ചെറിയ ചെടികളും ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തിലൂടെ നമ്മളെങ്ങനെയാണ് വന്നത്. റോഡിറങ്ങിയിട്ടാണ് വന്നത്. ഇത് സ്ഥലം ഇരിക്കുന്നതെന്ന് വെച്ചാൽ തൊടുപുഴയിൽ നിന്ന് മുട്ടം കഴിഞ്ഞ് ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകുന്ന വഴിയുടെ ഇടയ്ക്കാണ്.
വരുന്നവർ നോട്ട് ചെയ്യാം. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ട്. മഴയല്ല, മഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉന്മേഷമൊക്കെ ഉണ്ട് ചെടികൾക്കൊക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കേ, ബൈ.